കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ ചിട്ടി കമ്പനിയായ കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകൾ കോടികളുമായി മുങ്ങിയതായി പരാതി. സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച വ്യാപാരികളും സ്ത്രീകളുമടക്കം നിരവധി ആളുകൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഉടമകളായ സന്തോഷിനും മുബഷീറിനുമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സ്ഥാപനത്തിലെ നിക്ഷേപകരുടെ പണവുമായി സ്ഥാപന ഉടമകളായ മുബഷീറും സന്തോഷും കടന്നുകളഞ്ഞുവെന്നാണ് മുക്കം പോലീസിന് ലഭിച്ച പരാതി. സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകളാണ് പരാതിയുമായി മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരും ഉടമകൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കേണ്ടതില്ലെന്ന ഉടമയായ സന്തോഷും മുബഷീറും ഫോണിൽ വിളിച്ചു പറഞ്ഞതായും ജീവനക്കാർ പറയുന്നു. ഇന്നലെ രാവിലെയാണ് എനിക്ക് വരുന്നത്, കോൾ വരുന്നത്. സ്റ്റേ ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം സ്റ്റേ ഓർഡർ തീരുന്നവരെ നമ്മൾ ഓപ്പൺ ചെയ്യരുത്, കാരണം അതല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ആരും ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നു. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഞങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അതിന് സ്റ്റാഫുകളെല്ലാവരും പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെയൊന്നും ഇല്ല. ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ നമ്മളെ അടുത്ത് വന്ന് നമ്മളോട് ചോദിക്കും, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത് തടഞ്ഞു വെക്കുമല്ലോ, നമുക്ക് അറിയില്ലല്ലോ. കസ്റ്റമേഴ്സിന്റെ കൂടെ ഞങ്ങൾ സ്റ്റാഫ് വന്നാലും ഉണ്ടാവും. ഞങ്ങളും ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെയും സ്റ്റാഫുകളെയും ചീറ്റ് ചെയ്തിട്ട് അവർ പോയിക്കുന്നുള്ള പരാതി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉടമകളായ സന്തോഷിനെയും മുബഷീറിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പോലും അറിയില്ല. നിലവിൽ 8 ജീവനക്കാരാണ് സ്ഥാപനത്തിലുള്ളത്. എല്ലാ ജോലിക്കാരിൽ നിന്നും 20,000 രൂപ കോഷൻ ഡെപ്പോസിറ്റായി വാങ്ങിയിട്ടുണ്ടെന്നും ഈ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. വ്യാപക പരാതികൾ ഉയർന്നതോടെ മുക്കം പോലീസ് സ്ഥാപനത്തിലെത്തി രേഖകളും മറ്റും പരിശോധിച്ചു. 50,000 മുതൽ ലക്ഷങ്ങൾ വരെ ബാങ്കിൽ നിക്ഷേപിച്ചവർ പരാതിയുമായി രംഗത്തുണ്ട്. 1 കോടിയോളം രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപന ഉടമകൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.